എല്ലാവർക്കും ബിപ്പി സോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ വീഡിയോയാണ് കേട്ടോ. കഴിഞ്ഞ വ്യാഴാഴ്ച അയ്യങ്കാളി ജയന്തി അല്ലായിരുന്നോ? അന്ന് അതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂളിന് അവധിയായിരുന്നല്ലോ, അതുകൊണ്ട് കുട്ടികൾ വീട്ടിലുണ്ട്. അപ്പോൾ രാവിലെ എന്തായാലും ഞാൻ രാവിലെ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കണം തിരക്കിലാണ് കേട്ടോ. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എളുപ്പപ്പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എളുപ്പത്തിൽ നിന്ന് ലഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മടിയുള്ള സമയം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജിസിന് എന്തായാലും ബാങ്കിൽ പോകണമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ലഞ്ച് രാവിലെ തന്നെ ഉണ്ടാക്കണമല്ലോ. ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പുതിനയിലയും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയായിട്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 2.5 ഗ്ലാസ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ബാസ്മതി റൈസിന് പകരം നേരിയ അരിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ അരിയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴുകി വാരി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചെടുത്തിയാണ് ഒരു അരമണിക്കൂർ നേരത്തേന് അതൊന്ന് കുതിരാനായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ആ സമയത്തിന് ഞാൻ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. സൺഫ്ലവർ ഓയിലിൻ്റെ അളവ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാകും. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. അപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ ചൂടായിട്ടിരുന്നുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ പൊട്ടി വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. സവോളയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയപ്പം ഒരു വലിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. തക്കാളി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഉടയുന്നിടം വരെ വെയിറ്റ് ചെയ്തു. അപ്പം അത് ഉടഞ്ഞതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തു. ഞാൻ ചേർത്തിരിക്കുന്ന പച്ചക്കറികൾ ഒരു 10-15 ബീൻസ്, 2 ചെറിയ ക്യാരറ്റ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്കിനി വേറെ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ചു കേട്ടോ. അതിനുശേഷം അത് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. ഈ പച്ചക്കറിയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാകും, അതൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പം ഞാൻ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം വരുമായിരിക്കും, അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന അളവിൽ 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് തിളയ്ക്കാനായിട്ട്. നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഉപ്പ് തീരെ കുറവായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ 1 ടീസ്പൂൺ ഉപ്പല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അരിയൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കുവേ ചോറിലേക്കൊക്കെ നല്ലപോലെ ഉപ്പ് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പ് മുമ്പിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്ന അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചുമ്മാ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. കാരണം നമ്മൾ അരി ഇടുന്ന പാടെ ഇതിൻ്റെ തിളപ്പങ്ങ് നിൽക്കുമല്ലോ. നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പം ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചു. നല്ലപോലെ വെള്ളം അങ്ങ് വറ്റി കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നല്ലപോലെ വെള്ളം വറ്റി വരും കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ. ഇപ്പം തന്നെ ഇളക്കരുത് കേട്ടോ. ഇത് ഞാനങ്ങ് മാറ്റി വെക്കുകയാണ്. ഒരു 10 മിനിറ്റിന് ശേഷം ഇളക്കിയാൽ മതി. ഇപ്പം തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ അരിയൊക്കെ അങ്ങ് പൊട്ടി പോകും, ചോറൊക്കെ പൊട്ടി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇത് തുറന്ന് വെച്ചതിന് ശേഷം ഇളക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ഇതിൻ്റെ ഭയങ്കര ചൂടങ്ങ് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഈ 10 മിനിറ്റിന് ശേഷം ഇളക്കുമ്പം ഇതങ്ങനെ പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് ഇത് വിളമ്പി എടുക്കാവുന്നതാണ്. ഇത് റേത്ത കൂട്ടി കഴിക്കാം, അതായത് തൈരോ ചള്ളാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം. പിന്നെ എന്തെങ്കിലും വറവ് മീൻ വറുത്തതോ മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പണി ഇവിടെ പൂർത്തിയായി. ഇനി ഞാൻ ബാക്കി എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. റേത്തിയൊക്കെ ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും കാണിക്കണില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷൻ ചാക്കരി ഞാൻ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചാക്കരി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ചിലരൊക്കെ പറയണ കേട്ടു. പക്ഷേ ഞാനുണ്ടല്ലോ ഈ നമ്മളുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന കുഞ്ഞി കണ്ണുള്ള ആ അച്ചുണ്ടല്ലോ, അതിലല്ല കുറച്ച് മുഴുത്ത കണ്ണുള്ള അച്ചിലാണ് ഞാൻ ഇടിയപ്പം റെഡിയാക്കിയത്. അപ്പം നന്നായിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതും റെഡിയായി. ഇത് മുട്ടക്കറിയായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ജിസ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഞ്ചൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നേരത്തെ തന്നെ കുട്ടികൾ എഴുന്നേറ്റിട്ടായിരുന്നു. അവർ എഴുന്നേറ്റ് ചായ കുടിയൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ആ സമയത്തൊക്കെ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ദിവസം ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊന്ന് തോർന്നു കേട്ടോ. അപ്പം ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു പോയിട്ട് ഉള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടേ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കു ഉള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പം ജേക്കുനോട് പറഞ്ഞപ്പോൾ അവനാണ് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവനൊരു പാത്രമൊക്കെ കൊണ്ട് കൊടുത്ത് അവനോട് കുറച്ച് പൂക്കളൊക്കെ പറിക്കാൻ പറഞ്ഞിട്ട് ഈ തുളസി പൂവൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവനെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് പറിക്കേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് അവൻ കുറച്ച് പറിച്ചിട്ട് അവനിങ്ങ് എഴുന്നേറ്റ് പോകുന്നു. അവന് ഭയങ്കര മടി. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവനൊരു താല്പര്യമില്ല. എന്നാൽ പിന്നെ പൂ പറിച്ചിട്ട് പൂക്കളെ ഇടാൻ നേരത്ത് കുക്കുവിൻ്റെ കൂട്ടത്തിലൊന്ന് കൂടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ അതിനും താല്പര്യമില്ല. കുക്കു ഇരുന്ന് ഇടുകയാണ്, ഇവൻ അവിടെ ഇരുന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ മഴ പെയ്ത് തുറന്നു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നേ. അപ്പം ജയക്കുട്ടൻ പറഞ്ഞു, അമ്മ എനിക്ക് തോണി ഉണ്ടാക്കി തരാമോ, ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവനൊരു 2 തോണി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഊതി അങ്ങ് കൊടുത്തു. അന്നേരം അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങി പോവുമല്ലോ. എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഭയങ്കര സന്തോഷം. എന്നിട്ട് പിന്നെ ഈ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൻ അടുത്ത വീട്ടിൽ പോയിട്ടോ കളിക്കാനായിട്ട്, കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കാനേ. അപ്പോൾ കുക്കു അവിടെ ഇരുന്ന് വരയ്ക്കുകയാണ്. പിറ്റേ ദിവസം സ്കൂളിൽ ഓണപരിപാടിയായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ് ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വരച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ അവളുടെ തലയിൽ കെട്ടി ശ്രദ്ധിക്കുന്നത്. അവളുടെ തലയിൽ 2 കൊമ്പ് കെട്ടാനെന്ന് പറഞ്ഞിട്ട് തന്നെ കെട്ടിയിട്ട് 2 കളറുള്ള ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നതേ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ഇതന്നെ ഇങ്ങനെ 2 കളറുള്ള ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന്. അന്നേരം അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അന്നേരം കൈ കിട്ടിയതങ്ങ് ഇട്ട് വെച്ചു എന്ന്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കഴുകി വരുവാണ്. രാവിലെ ജിസ് പോണതിന് മുമ്പ് ചിക്കനും മീനും 2ഉം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. മീനും ഇവിടുത്തെ തീർന്നു പോയായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് മീനുണ്ടായിരുന്നു, അത് ഞാൻ വറുത്ത ജിസിന് കൊടുത്ത് വിട്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു, ചിക്കനോ മീനോ ഒന്നും ഇല്ലായിരുന്നു. രാവിലെ പിന്നെ മുട്ട കറി വെച്ചതല്ലേ, പിന്നെ മുട്ടയാക്കണ്ടെന്ന് വിചാരിച്ചു. ദിവസത്തിൽ ഒരു നേരമൊക്കെ മുട്ട കഴിക്കുകയുള്ളൂ ഞങ്ങൾ കേട്ടോ. ചില ആൾക്കാരുണ്ട് പലതവണ കഴിക്കുന്നവർ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ചിക്കൻ എടുത്തു. ചിക്കൻ കഴുകി വാരിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി വാരി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനതിന് ഒരു 10 മിനിറ്റ് നേരത്തേനെ വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് മൂടി വെച്ച്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനതുണ്ടല്ലോ നല്ല കഷ്ണങ്ങൾ, നല്ല ദശയുള്ള നല്ല കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് വറക്കാനായിട്ട് മാറ്റിയെടുത്തു. ബാക്കി എല്ലും തൊലിയും പോലത്തുള്ള കഷ്ണങ്ങളൊക്കെ, എല്ല് കൂടിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചു. ഈ കറി വെക്കാനുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, അതിന് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് തിരുമ്മിയിട്ട് എടുത്തൊരു ഡപ്പയിലിട്ടിട്ട് അതങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ചിക്കൻ വറുക്കാനുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേന് വേണ്ടിയിട്ടും കൂടി അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തൈരും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മി അങ്ങ് എടുത്ത്, എന്നിട്ട് അതിനെ ഒരു അരമണിക്കൂർ നേരത്തേനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിച്ച് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടേ. അങ്ങനെ ചിക്കൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ മീനെടുത്തു. മീനിൻ്റെ പണി തുടങ്ങി. മീൻ ഇന്ന് ആവോലിയായിരുന്നു കൊണ്ടുവന്നിരിക്കുന്നത്. പാവോലി ആയതുകൊണ്ട് അത് മുറിച്ച് അതിലെ അഴുക്കൊക്കെ കുറേയൊക്കെ കളഞ്ഞിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. എത്ര അഴുക്ക് കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ കുറച്ച് അഴുക്കൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പം ഞാനതെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ആവോലി മുഴുവനും എനിക്ക് വറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
ഈ മീനും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മിയെടുത്തു. എന്നിട്ട് അതൊരു പാത്രത്തിലാക്കി അടച്ച് അത് ഫ്രീസറിനകത്തോട്ട് വെച്ച് അപ്പോൾ ഈ നോൺ വെജൊക്കെ കൊണ്ടുവന്ന എല്ലാം കഴുക്കും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ആ പരിസരം മുഴുവൻ പിന്നെയും വൃത്തികേടാകും. അപ്പോൾ എന്തായാലും പിന്നെ അവിടെ മുഴുവൻ കഴുകി വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു മണമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പാതകവും വാഷ് ബേസിനും എല്ലാം നല്ലപോലെ അങ്ങ് കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ജയ്കൂട്ടൻ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു കുട്ടികളുടെ കൂട്ടത്തിൽ. അപ്പം ഞാൻ അവനെ കൂട്ടാനായിട്ട് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കുവിനെ വിട്ടിട്ടുണ്ടായിരുന്നു അവനെ കൂട്ടാനായിട്ട്. അവൻ വന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു അവിടെ ആൻറ്റിയുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. അവൻ മുമ്പിലത്തെ ഡോറിൽ കൂടിയാണ് വന്നതായിട്ടോ, മുൻവശത്തോടെയാണ് വന്നത്. ഞാൻ പുറകിൽ കൂടിയായിരുന്നു പോയി, അതുകൊണ്ടാണ് അവനെ കാണാത്തത്. അവൻ അതിലൂടെ ഓടി വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പം വന്നു കഴിയുമ്പോൾ ഞാൻ ചിക്കൻ വറുക്കാൻ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു, റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ മസാലയൊക്കെ പറ്റിയിട്ട്. അപ്പം അവനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ വറുക്കാനായിട്ട് വെച്ചു. ചിക്കനും കൂടി അങ്ങ് വറുത്തിട്ട് ഇതും കൂടെ കൂട്ടി അങ്ങ് ചോറുണ്ണാലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇങ്ങനെയാണ് വറുക്കാൻ വെക്കണത്. ഇടയ്ക്കൊക്കെ മിക്കവാറും ഇങ്ങനെയാണ് വറുക്കാൻ വെക്കണത്. ഇങ്ങനെ പരന്നൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയല്ലോ അങ്ങനെയാകുമ്പം. എന്നിട്ട് ചിക്കനും ഇട്ട് അതിൻ്റെ മേലെ കറിവേപ്പിലേക്ക് ഇട്ട് പിന്നെ തിരിച്ച് മറിച്ചും ഇട്ട് അങ്ങ് വേവിച്ചെടുക്കും. അപ്പോൾ ചിക്കൻ റെഡിയായി കഴിഞ്ഞപ്പം ഞങ്ങൾ ചോറുണ്ണാനായിട്ട് എടുക്കുകയാണ്. അപ്പം ചോറൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അടുത്ത പണികളിലേക്ക് കടന്നു കേട്ടോ. എന്തായാലും ഞാൻ വീഡിയോ എടുത്തത് ഉച്ച വരുത്താനുള്ളതേ ഉള്ളേ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അറിയില്ല. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.